പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കലോട്ടസിൻ്റെ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഫൈനൽ പാർട്ടിലേക്ക് പോവാണ്. അത് ഹൈൻഡ് ലിംബാണ്. ഓക്കെ, സോ ദ ഫൈനൽ സ്കെലിറ്റൽ സിസ്റ്റം പാർട്ട്, ദാറ്റ് ഈസ് ദി ഹൈൻഡ് ലിംബ്, നമ്മൾ പിറകിലെ കാല്. ഓക്കെ, നൗ ലെറ്റ് us see the characters. നമ്മുടെ ഹൈൻഡ് ലിംബ് എന്ന് പറയുന്നത് ഫോർ ലിംബുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം കാർപ്പൽസിൻ്റെ കേസിൽ ഇവിടെ ടാർസൽസ് ആയിരിക്കും, പക്ഷേ ഈ ടാർസൽസ് ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് നമ്മൾ ഹൈൻഡ് ലിംബിൻ്റെ കേസിൽ കാണാം. എനിവേ ആ സ്ട്രക്ചറിൻ്റെ പേരുകളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പേരുകളാണ്. ഡിഫറെൻറ്റ് നെയിംസ് ആണെങ്കിലും സിമിലർ ആയിട്ടുള്ള പേരുകളാണ്, സിമിലർ ആയിട്ടുള്ള പോർഷൻസും ആണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ബോൺ ആണ്. അപ്പോൾ ഏതൊരു വെർട്ടിബ്രേറ്റ് ഓർഗാനിസത്തിൻ്റെയും കേസിൽ എടുക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് ബോൺ ആയിട്ടുള്ള ഫീമർ ആണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് ടു ബോൺ ഷാഫ്റ്റ്, ദർ ഈസ് ടു ബോൺ, അതായത് നമ്മളെ താഴെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെയായിട്ട് വരുന്ന പോർഷൻസ് ഉണ്ടല്ലോ, അപ്പം അത് എന്ന് പറയുന്നത് രണ്ട് ബോൺ. നമ്മൾ നേരത്തെ അവിടെ റേഡിയസ് അൾന എന്ന് പറയുന്നത് പോലെ ഇവിടെ ടിബിയ ഫിബുല എന്ന് പറയുന്നത്. ദെൻ ടാർസൽസ് ആർ ദർ, മെറ്റാടാർസൽസ് ആർ ദർ, ആൻഡ് ദെൻ ഫാലഞ്ചസ് ആർ ദർ. ഇത്രയും പോർഷൻസ് തന്നെയാണ് ഹൈൻഡ് ലിംബിൻ്റെ കേസിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, സോ ദ തൈ റീജിയൻ ഈസ് സപ്പോർട്ടഡ് ബൈ ദി സ്റ്റൗട്ട് ബോൺ കോൾഡ് ഫീമർ. അതാണ് ലാർജസ്റ്റ് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റൗട്ട് ബോൺ ആണ്, ലാർജസ്റ്റ് ബോൺ ആണ്. ഇതിൻ്റെ കേസിൽ പ്രത്യേകത നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇത് ഒരു ഷാഫ്റ്റ് ഇവിടെ കൃത്യമായിട്ടുണ്ട്. ഈ റീജിയൻസിന് ഷാഫ്റ്റ് എന്നാ പറയുക. ഷാഫ്റ്റ് ഓഫ് ദ ഫീമർ ഇസ് ദർ. പക്ഷെ നമ്മൾ ഹെഡ് റീജിയന് നേരത്തെ ഫോർ ആമിൽ കണ്ട, അതായത് ഫോർ ലിംബിൽ കണ്ടപ്പോൾ ഇതൊരു സിംഗിൾ ആയിട്ടുള്ള ഹെഡ് റീജിയൻ ആയിരുന്നു. പക്ഷേ ഇവിടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് ടു പോർഷൻസ്. നോക്കിയാൽ നിങ്ങൾ രണ്ട് പ്രൊജക്ഷൻസ് പോലെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഹെഡ് റീജിയൻ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാതെ ഇറ്റ് ഹാസ് എ സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് ആൻഡ് ടു എപ്പിഫൈസസ്. പ്രോസസ് എപ്പിഫൈസസ് എന്ന് പറയുന്നത് നമുക്കറിയാം, രണ്ട് ടിപ്പിനെയാണ് നമ്മൾ എപ്പിഫൈസസ് എന്ന് പറയുന്നത്. ദ റൗണ്ടഡ് പ്രോക്സിമൽ എക്സ്ട്രിമിറ്റി ഓഫ് ദ ഫീമർ ഇസ് നോൺ ആസ് ദി ഹെഡ്. ഓക്കെ, ഈ ഹെഡ് റീജിയനിലേക്ക് നോക്കുകയാണെങ്കിൽ there is a segment called trocha. നമ്മൾ ട്രോക്ലിയ നേരത്തെ കണ്ടു. ട്രോക്ലിയ എന്ന് പറയുന്നത് ഡിസ്റ്റൽ പോർഷനെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ പ്രോക്സിമൽ പോർഷനിൽ തന്നെ രണ്ട് പ്രോമിനൻസിനെയാണ് ട്രോച്ചാൻഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്രേറ്റർ ട്രോച്ചാൻഡർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ലെസർ ട്രോച്ചാൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോക്സിമൽ ഹെഡ് റീജിയനിൽ രണ്ട് പ്രൊജക്ഷൻസ് ഉണ്ട്, പ്രോമിനൻസ് ഉണ്ട്. ഈ പ്രോമിനൻസിനെ വിളിക്കുന്ന പേരാണ് ട്രോച്ചാൻഡർ എന്നുള്ളത്. വലിയ പ്രോമിനൻസിനെ നമ്മൾ ഗ്രേറ്റർ ട്രോച്ചാൻഡർ എന്നും ചെറിയ പ്രോമിനൻസിനെ ലെസർ ട്രോച്ചാൻഡർ എന്നും വിളിക്കുന്നു. നൗ ഇതിന്റെ ഡിസ്റ്റൽ എക്സ്ട്രിമിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ട്രോക്ലിയ എന്ന് പറയുന്ന ഒരു വാക്കായിരുന്നു നമ്മൾ ഫോർ ലിംബിന്റെ കേസിൽ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ട്രോക്ലിയ എന്ന് പറയുന്ന ഒരു അപ്പിയറൻസ് അല്ല ഉള്ളത്. നേരത്തെ അവിടെ രണ്ട് പോർഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്, ഒരു സിംഗിൾ പോർഷൻ വിത്ത് എ സ്മോളർ ഗ്രൂവ് ആണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ആ സിംഗിൾ പോർഷനെ വിളിക്കുന്ന പേരാണ് കൊണ്ടയിൽ എന്നുള്ളത്. ഓക്കെ, കൊണ്ടയിൽ ക്ലിയർ ആണല്ലോ. സോ ഈ കൊണ്ടയിൽ എന്ന് പറയുന്നത് ദർ ഈസ് ഔട്ടർ ആൻഡ് ഇന്നർ പ്രോമിനൻസ് ഈസ് ദർ, ബട്ട് കാർട്ടിലേജ് കൊണ്ട് കവർ ചെയ്തേക്കാണ്. ഔട്ടർ ആൻഡ് ഇന്നർ പ്രോമിനൻസ് ഈസ് ദർ, ചെറിയ ഗ്രൂവോട് കൂടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഔട്ടർ ആൻഡ് ഇന്നർ പ്രോമിനൻസ് ഈസ് ദർ, ആൻഡ് ദാറ്റ് പ്രോമിനൻസസ് നോൺ ആസ് ദി കൊണ്ടൈൽസ് ആർ യൂസ്ഡ് ഫോർ ആർട്ടിക്കുലേഷൻ വിത്ത് ടിബിയ ആൻഡ് ഫിബുല. ടിബിയും ഫിബുലയും കൂടെ ചേർന്നിട്ട് അവിടെ ഈ പറയുന്ന കൊണ്ടൈൽസിലേക്ക് യോജിക്കുകയാണ് ചെയ്യുക. അവിടെ ലെസറും ഉണ്ട്, അല്ലെങ്കിൽ ലാർജർ കണക്ഷൻ ഈസ് ദർ. ഓക്കെ, ഈ ഔട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാവിങ് കണക്ഷൻ വിത്ത് ടിബിയ ആൻഡ് ദ ഇന്നർ പോർഷൻ ഈസ് ഹാവിങ് കണക്ഷൻ വിത്ത് ദി ഫിബുല. അപ്പോൾ അതാണ്, ദാറ്റ്സ് അബൌട്ട് ഫീമർ ബോൺ. ഫീമർ ബോണിന് ഷാഫ്റ്റ് ഉണ്ട്, രണ്ട് ടെർമിനൽ പോർഷൻസ് ഉണ്ട്. പ്രോക്സിമൽ ടെർമിനൽസിന് നമ്മൾ ഹെഡ് എന്ന് വിളിച്ചു. ഹെഡിന് രണ്ട് പ്രോമിനൻസ് ഉണ്ട്, നമ്മൾ ട്രോച്ചാൻഡർ എന്ന് വിളിച്ചു, ഗ്രേറ്റർ ആൻഡ് ലെസർ ട്രോച്ചാൻഡർ. ലാസ്റ്റ് ഡിസ്റ്റൽ പോർഷൻ നമ്മൾ കൊണ്ടയിൽ എന്നാണ് വിളിച്ചത്. കൊണ്ടയിൽ തന്നെ രണ്ട് പ്രോമിനൻസ് ഔട്ടറും ഇന്നറും ഉണ്ട്. അപ്പോൾ ഔട്ടർ കൊണ്ടയിൽ, ഇന്നർ കൊണ്ടയിൽ എന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ഈസ് ബീങ് കണക്റ്റഡ് ടു ദി ടിബിയ ആൻഡ് ഫിബുല റെസ്പെക്റ്റീവ്ലി. നൗ ഷാങ്ക് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോർ ആം പറഞ്ഞതുപോലെ നമ്മുടെ മുട്ടിന് താഴെയായിട്ട് കാണുന്ന ലെഗിന്റെ പോർഷൻസ്, ആൻഡ് ദാറ്റ് ഈസ് ഫോംഡ് ഓഫ് ടിബിയ ആൻഡ് ഫിബുല. വി ഓൾറെഡി മെൻഷൻ ദാറ്റ്. ഇതിന്റെ കേസിൽ, ടിബിയന്റെ കേസിൽ വി ക്യാൻ സീ എ പ്രോമിനന്റ്. ഓക്കെ, ടിബിയയുടെ കേസിൽ ഒരു പ്രോമിനൻസ് ഉണ്ട്. അതിനെ നമ്മൾ നീമൽ ക്രസ്റ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, സോ ഓൺ ദ ഡോർസൽ എഡ്ജ് tibia has a longitudinal ridge and that is known as the nemial crest. ഓക്കെ, നീമിയൽ ക്രിസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുക. നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക
ഈ ഉള്ളിലെ പോർഷൻ ആയിട്ടാണ് ഇത് വരിക. ടിബിയന്റെ ഉള്ളിലെ പോർഷൻസിലായിട്ട് യു ക്യാൻ സീ ദി നീമൽ ക്രസ്റ്റ്. ഓക്കെ, നൗ ടാർസസ് റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് സപ്പോർട്ടഡ് ബൈ ദി ടാർസൽസ്. ഈ ടാർസൽസ് പക്ഷെ അതെന്തായിരുന്നു, നേരത്തെ അവിടെ നമ്മൾ 3+1+5+1 എന്ന് പറയുന്ന ഒരു ഫോമുല നമ്മൾ അവിടെ പഠിച്ചു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഈ 3 ബോണും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കി എല്ലാ പോർഷൻസും കൂടെ ചേർന്നിട്ടുള്ള ഒരു പോർഷൻസും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരു ഫ്യൂസ്ഡ് അപ്പിയറൻസ് ആണ് ടാർസൽ റീജിയനിൽ കാണുക. കാർപ്പൽ റീജിയനിൽ കണ്ടതുപോലെ ഒരു സെപ്പറേറ്റഡ് ബോൺസ് അല്ല നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, so in adult there are single proximal tarsal, that's called tibiofibulae. Okay, ടാർസൽ റീജിയനിൽ സിംഗിൾ ആയിട്ടുള്ള പ്രോക്സിമൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 3 അല്ലേ, നമ്മൾ കാർപ്പൽ റീജിയനിൽ 3 ബോൺസ് എന്ന് പറഞ്ഞ ആ റീജിയനാണ് നമ്മൾ പ്രോക്സിമൽ എന്ന് പറയുന്നത്. ആ 3 ബോൺസും കൂടെ യോജിച്ചിട്ടുള്ള ഒരു ടിബിയോഫിബുലെയർ ആണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. റേഡിയൽ, അൾനെയർ, ഇന്റർമീഡിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ അങ്ങനെ ഇല്ല, 3 കൂടെ യോജിച്ചിട്ട് ടിബിയോഫിബുലെയർ ആണ്. So we can say that tibiofibulae is actually formed by the fusion of tibia and fibulae, okay, and intermedium. Okay, tibial, fibulae and intermedium, അത് മൂന്നും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ പ്രോക്സിമൽ ടാർസൽ ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ആൻഡ് നേരത്തെ നമ്മൾ കണ്ട 7 കാർപ്പൽസിന് പകരം ഇവിടെ 2 ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റൽ ടാർസൽസ് ആണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, so this tibiofibulae will be articulating with the tibia and fibula, and the distal tarsals that will be articulating with the metatarsals, and the metatarsals region is supported by the 5 metatarsals. നമ്മൾ നേരത്തെ കണ്ട മെറ്റാകാർപ്പൽസ് പോലെ 5 എണ്ണം മെറ്റാടാർസൽസ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡിസ്റ്റൽ ടാർസൽസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഒന്ന് ഇതാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ടാർസൽസ്, അപ്പോൾ ഇത് 3 കൂടെ യോജിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് 3 കഴിഞ്ഞാൽ ഇതാണ് 4 എന്ന് പറയുന്നത്, ഇതാണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 1, 2, 3 എന്ന് പറയുന്നത് 3 കൂടെ യോജിച്ചിട്ട് ഒരു ടാർസലായിട്ട് കാണുന്നത്. ക്ലിയർ ആണല്ലോ? ആൻഡ് യു ക്യാൻ ഫൈൻഡ് മെറ്റാടാർസൽസ് ഹിയർ 1, 2, 3, 4 ആൻഡ് 5 മെറ്റാടാർസൽസ്. ക്ലിയർ ആണല്ലോ? പാദം കഴിഞ്ഞു കഴിഞ്ഞാൽ, പാദം കഴിഞ്ഞു കഴിഞ്ഞാൽ you can see the fingers. But digits എന്ന് പറയുന്നത് it's actually having the same phalangeal formula. hind limbന്റെ phalangeal formulയും അതുപോലെ തന്നെ forelimന്റെ phalangeal formulയും സെയിം ആണ്. എന്തായിരുന്നു? 2, 3, 4, 5, 3 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിലുള്ള phalangeal formulയാണ് ഹൈൻഡ് ലിമ്പിനുള്ളത്. അതുകൊണ്ട് ഇത് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. അപ്പം ഹൈൻഡ് ലിമ്പിന്റെ കേസിലും ഫോർലിമ്പിന്റെ കേസിലും അലോട്ടസിന്റെ കേസിലെ phalangeal formula എന്ന് പറയുന്നത് it's actually 2, 3, 4, 5, 3. ഓക്കെ, അത് രണ്ടും ക്ലിയർ ആണ്. സോ ദാറ്റ്സ് അബൌട്ട് ദ ഹൈൻഡ് ലിംബ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഫോർ ലിംബിൽ നിന്നുള്ളത് കൃത്യമായിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അതാണ് കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയുന്നത്. നേരത്തെ അവിടെ 10 സെഗ്മെന്റ് ടാർസലിൽ കണ്ടു, ഇവിടെ നമ്മൾ 5 സെഗ്മെന്റേ കാണുന്നുള്ളൂ. 5-ൽ തന്നെ 3 ബോണായിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൂ. അതിൽ ആദ്യത്തെ 3 ബോൺ എന്ന് പറയുന്നത് ഫ്യൂസ്ഡ് ആയിട്ടുള്ള സിംഗിൾ ആയിട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് ഈ 3 നമ്പർ എന്ന് പറയുന്ന കൗണ്ടിലേക്ക് വന്നത് ടാർസൽ റീജിയനിൽ. അത് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഹെഡ് അവിടെ സിംഗിൾ ആയിരുന്നു, ഇവിടെ 2 പ്രോമിനൻസ് ഉണ്ടായിരുന്നു. കൊണ്ടയിൽ അവിടെ 2 പ്രോമിനൻസ് വളരെ വ്യക്തമായിട്ടുള്ളത് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കൊണ്ടയിൽ എന്ന് പറയുന്നത് വളരെ ചെറിയ 2 പ്രോമിനൻസ് ആയിട്ട് ഔട്ടർ ആൻഡ് ഇന്നർ കൊണ്ടയിലായിരുന്നു. ഓക്കെ, അപ്പം അത് പേര് കൊണ്ടയിൽ അല്ല എന്നുള്ളത് ഓർമ്മിക്കുക. അത് അവിടെ ട്രോക്ലി ആയിരുന്നു അവിടെ പേരുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഹെഡിന് ട്രോചാൻഡർ എന്നുള്ള പേരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാതിരിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ഹൈൻഡ് ലിംബ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, so that's it, and we can see with another system in the next video. Thank you.